Hello, Assalamu alaikum. Once again, welcome back to hasna's henna hut. വിഷച്ചെടികളാണെന്ന് നമുക്കറിയാതെ നമ്മൾ വീട്ടിനുള്ളിൽ വളർത്തുന്ന 7 ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് പറയാൻ പോകുന്ന 7 ചെടികളിൽ പോയിസൺ അടങ്ങിയിട്ടുണ്ട് എന്നതിലുപരി ഇത് വളരെ നല്ലൊരു എയർ പ്യൂരിഫയറും കൂടിയാണ്. ഈ ചെടികളുടെ ഇലകൾ കഴിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ നീരുമായിട്ട് നമ്മുടെ സ്കിന്നിന് കോണ്ടാക്റ്റ് വരികയോ ചെയ്താൽ അത് നമ്മൾ മനുഷ്യന്മാരിലും അതുപോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിലും ഒരുപോലെ ദോഷകരമാണ്. മുതിർന്നവരെന്തായാലും ഇതുപോലെ ചെടികൾ കഴിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ കുട്ടികളും അതുപോലെ പെറ്റ്സൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ ഈ ചെടികൾ വീട്ടിൽ വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണം. അതിലൊന്നാമത്തെ ചെടിയാണ് പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റ്. ഇപ്പോൾ സാധാരണയായിട്ട് എല്ലാവരുടെ വീട്ടിലും കണ്ടുവരുന്നൊരു ചെടിയാണ്. മണി പ്ലാന്റിൻ്റെ ഇലകളിൽ ധാരാളം കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളോ അല്ലെങ്കിൽ പെറ്റ്സോ കഴിക്കുകയാണെങ്കിൽ, ധാരാളമായിട്ട് ഇലകൾ കഴിക്കുകയാണെങ്കിൽ അവരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഛർദി, വയറിളക്കം, അതുപോലെ തൊണ്ടയിൽ പൊള്ളലേറ്റ പോലെയൊക്കെ തോന്നുക, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് വരും. പലരിലും പല രീതിയിലാണ് ലക്ഷണങ്ങൾ കാണിക്കുക. മറ്റൊരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്. ഇൻഡോറിൽ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടി കൂടിയാണ് സ്നേക്ക് പ്ലാന്റ്. പെറ്റ്സിൻ്റെ കാര്യത്തിൽ ഇത് വളരെയധികം പോയ്സണസ് ആണ്. ഇത് കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കഴിക്കുകയാണെങ്കിൽ പെറ്റ്സിൻ്റെ കാര്യത്തിൽ വായിൽ നൊരയൊക്കെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. കഴിയുന്നതും പെറ്റ്സിന് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ വെക്കാൻ ശ്രമിക്കുക. അടുത്തൊരു ചെടിയാണ് ഇംഗ്ലീഷ് ഐവി. ലോ ലൈറ്റ് കണ്ടീഷനിൽ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റിയൊരു ചെടിയാണിത്. ഇതിൻ്റെ ഇലകൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് തൊണ്ടയിൽ എരിച്ചലും പൊള്ളലേറ്റ പോലെയൊക്കെ നമുക്കുണ്ടാവും. അതുപോലെ ചൊറിച്ചലും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെ നീരും നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു ചെടിയാണ് ഡംകീൻ. ഇതിൻ്റെ ഇലകളിൽ കാണപ്പെടുന്ന കെമിക്കൽ നമുക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളിൽ നിന്നും പെറ്റ്സിൽ നിന്നും കഴിയുന്നതും ദൂരെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാവ് വരളുക, വിയർക്കുക, ഇതും ഇതിൻ്റെ മറ്റൊരു ലക്ഷണങ്ങളാണ്. ഇത് കാരണം മരണം വരെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടെന്ന് തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു മരണവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റൊരു ചെടിയാണ് ഫിലോഡെൻഡ്രോൺ. ഇൻഡോറും ഔട്ട്ഡോറും ഒരുപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടി കൂടിയാണിത്. മറ്റു ചെടികളെ സംബന്ധിച്ചിടത്തോളം ഫിലോഡെൻഡ്രോണിൻ്റെ ഇലകളിൽ കെമിക്കൽസിൻ്റെ അളവ് കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഇലകൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വയറിളക്കം, ഛർദി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. മറ്റൊരു ചെടിയാണ് സീസി പ്ലാന്റ്. നമ്മൾ ബെഡ്റൂമിലും ഓഫീസിലൊക്കെ സാധാരണയായിട്ട് വെക്കാറുള്ളൊരു പ്ലാന്റ് കൂടിയാണിത്. ഇതിൻ്റെ ഇലകളിലും തണ്ടിലുമൊക്കെ ധാരാളം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളിൽ നിന്നും പെറ്റ്സിൽ നിന്നും കഴിയുന്നതും ദൂരെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റൊരു ചെടിയാണ് പീസ് ലില്ലി. ലോ ലൈറ്റ് കണ്ടീഷനിൽ വളരെ നന്നായിട്ട് വളരുന്ന വേറൊരു ചെടി കൂടിയാണിത്. ഇതിൻ്റെ ഇലകളിലും കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ വയറിളക്കം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ചെടികളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇൻഡോറിൽ വളർത്താം. വളരെ നല്ല എയർ പ്യൂരിഫയേഴ്സ് ആണ്. അതോടൊപ്പം ഇത് കുട്ടികളിൽ നിന്നും പെറ്റ്സിൽ നിന്നും കഴിയുന്നതും ദൂരെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുട്ടിയൊക്കെ എത്താതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ഹൈറ്റിൽ വെക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഹാങ് ചെയ്തിടാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.